2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ CPM-നെ നയിക്കും. ധർമ്മടത്തു നിന്നും മൂന്നാം വട്ടം പിണറായി ജനവിധി തേടുമെന്നും ഏറെക്കുറെ ഉറപ്പായി. പിണറായിക്ക് വയസ്സിളവ് നൽകാനുള്ള തീരുമാനം പാർട്ടി കോൺഗ്രസ് നീട്ടി നൽകും. മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ ഉണ്ടാവുമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ വി ശിവദാസൻ MP പറഞ്ഞു. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലാണ് പിണറായി സർക്കാർ തുടരുമെന്ന് ഡോക്ടർ വി ശിവദാസൻ തറപ്പിച്ചു പറഞ്ഞത്. മൂന്നാം വട്ടവും LDF സർക്കാർ നയിക്കാൻ പിണറായി വിജയനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ CPM-ന്റെ പ്രധാന പ്രചരണ തന്ത്രമാണിത്. പിണറായി വിജയനെ തന്നെ മുന്നിൽ നിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും CPM നേരിടുമെന്ന് ഉറപ്പിക്കുകയാണ് നേതാക്കൾ. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ വി ശിവദാസൻ MP-യും ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു. മൂന്നാം പിണറായി സർക്കാർ ഉറപ്പെന്ന്. കേരളത്തിലെ ജനങ്ങൾ LDF സർക്കാരിൻ്റെ ഭരണ നടപടികളുടെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരും ഇടതുപക്ഷം വരണം, ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് ഒരു തുടർച്ച സാധ്യമാകും എന്ന കാര്യത്തിൽ ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് യാതൊരു സംശയമില്ല. അത് മൂന്നാം പിണറായി സർക്കാർ ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെ പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ നയിക്കുക? ഞാൻ ഇനി വാക്ക് ആവർത്തിക്കേണ്ടതില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൽ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. ആര് നേതൃത്വം നൽകണം എന്നുള്ളതൊക്കെ തീരുമാനം എടുക്കേണ്ടുന്നത് കേരളത്തിലെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണല്ലോ. പക്ഷേ ഞാൻ ഉറപ്പിച്ചുകൊണ്ടും പറയുന്നു, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് കേരളത്തിലൊരു തുടർച്ചയുണ്ടാവും. CPM നേതാക്കൾ അടുത്ത സർക്കാരുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത്രയും തുറന്നു സംസാരിക്കുക പതിവില്ല. വീണ്ടും LDF സർക്കാർ വരുമോ എന്ന ചോദ്യത്തിന് പിണറായി സർക്കാരിന് തുടർച്ചയുണ്ടാകും എന്നാണ് ഡോക്ടർ വി ശിവദാസൻ വ്യക്തമാക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം CPM നേതാക്കൾ ഏതാണ്ട് ഒരേ ഉത്തരങ്ങളാണ് നൽകുന്നതും. ഒരു തീരുമാനം എന്നതിലേക്ക് തന്നെയാണ് ഈ പ്രതികരണങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്നതും. ധർമ്മടത്ത് നിന്ന് തന്നെ പിണറായി വിജയൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയുമാകും. പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് ഉചിതമെന്നാണ് CPM-ൽ പൊതുവെ ഉയരുന്ന അഭിപ്രായം. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഈ തന്ത്രത്തിന് അന്തിമരൂപവും നൽകും. 75 വയസ്സ് പ്രായപരിധി മാനദണ്ഡം നിലനിൽക്കുന്നതിനാൽ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നിർണായകമാണ്. പാർട്ടി കോൺഗ്രസിലും കേരള ഘടകം എടുക്കുന്ന നിലപാടിനായിരിക്കും മുൻതൂക്കം. പിണറായിക്ക് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയിരുന്നു. അത് തുടരുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.